ഞാനിപ്പോൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെറിയ കുട്ടിക്കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാനില്ല, എനിക്കൊന്നും കഴിയാതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അവിടെ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കിയിട്ടിരുന്നാൽ നിങ്ങൾ കണ്ടാൽ എല്ലാവരും കൂടി കാണുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കാലത്ത് ആദ്യം ഞാൻ ജനിച്ചത് ഉള്ളതെല്ലാം ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമല്ല, അടുവപ്പുറത്തുള്ള ചൂളിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ അടുവപ്പുറത്തിൻ്റെ ഒരു സമീപത്ത് തന്നെ. അവിടുന്ന് ഞാനും അമ്മയും എൻ്റെ ഇളയ ആങ്ങളെയും കൂടി കണ്ടൊക്കെ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. അവിടെയാണ് അമ്മേൻ്റെ തറവാട്. ആ സമയത്ത് ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് അമ്മേൻ്റെ അനിയത്തിന് ഒരു മോളും ഞങ്ങളൊരു കുടുംബം അവരൊരു കുടുംബമായിട്ട് ഒരു വീട്ടിൽ താഴെമേൽ വേറെ വേറെയായിട്ട് ഒരു വീട്ടിൽ താമസമായിരുന്നു പണ്ട് കാലത്ത്. അമ്മേൻ്റെ ഇളയമ്മേൻ്റെ മക്കൾ, അടുത്ത മക്കൾ. അങ്ങനെ അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ എല്ലാ അനുഭവങ്ങളെല്ലാം ഉണ്ട്. ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം നമ്മളെ വീട് നമുക്ക് കിട്ടും. അങ്ങനെ എന്നിട്ട് അവിടെ ഞങ്ങളിങ്ങനെ അവിടെ താമസിച്ച് പോന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് ഇങ്ങനെ നമുക്ക് പശുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അമ്മ എല്ലാ കാര്യവും അമ്മ സ്വന്തമായിട്ട് ചെയ്യും. ഇങ്ങനെ പശുക്കളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എല്ലാ ദിവസവും ഞങ്ങളെന്താ ചെയ്യുക ഞാൻ 2-3 കുട്ടികളുണ്ട്. പുല്ലരിയാൻ പോകുമ്പോൾ ഒന്നിച്ചേ പോരും. വേറൊരു പറമ്പുണ്ട്, വലിയൊരു പറമ്പുണ്ട്. അവിടെ കവുങ്ങും തോട്ടത്തിനകത്ത് ഇഷ്ടംപോലെ പുല്ലരിയാനുണ്ടാവും. വേനൽക്കാലം പറിച്ചിട്ട് എടുക്കാറുണ്ട്. വെള്ളമടിക്കുന്നതുകൊണ്ട് വേനൽക്കാലം ഉണ്ടാവും, വർഷത്തിലും ഉണ്ടാവും. വലിയൊരു പറമ്പാണ്. ആ പറമ്പത്ത് ഞങ്ങളിങ്ങനെ പുല്ലരിയാൻ പോയാൽ ഞങ്ങൾ 2-3 വലിയ പറമ്പാണ്. അതിൻ്റെ നടുവിൽ ഇട ഉണ്ടാവും, 4 പുറം ഇടയുണ്ടാവും. ഈ ഇടേൻ്റെ വക്കിനെല്ലാം ഇഷ്ടം പോലെ കൈത വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഒരുപോലെ നിറച്ചും വേലി പോലെ ഉണ്ടാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലെ കൂടെ കണ്ടിയിലെ കൂടെ കീഞ്ഞാൽ ഇടയിൽ നിന്ന് കുറേ കരിച്ചക്കെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേടിയല്ല, ആരെങ്കിലും കണ്ടാൽ എന്തെങ്കിലും പറയുമോ അല്ല. ഇങ്ങനെ നമുക്ക് വിശന്നിട്ടല്ലാന്ന് പോകുക. പണ്ടത്തെ കാലമല്ലേ, ഭക്ഷണം എല്ലാത്തിനും ഉണ്ടാവുള്ളൂ. ഇന്ന് നമുക്ക് കിട്ടുമ്പോൾ പിടിയുന്നൊരു സാധനം ഒന്നുമില്ല. ഈ കഞ്ഞിയോ വെള്ളം അല്ലാതെ വേറൊരു സാധനവും നമുക്ക് കിട്ടില്ല. അവർ എന്തെങ്കിലും ഒരു നേരം ഭക്ഷണം കഴിച്ചപ്പോൾ അതിനെക്കൊണ്ട് ഉച്ചക്ക് കഴിച്ചപ്പോൾ രാത്രി ഉണ്ടാവില്ല. വേറെ അങ്ങനെ എന്തുകൊള്ളൊന്നും അങ്ങനെ ഒരു ഭക്ഷണം കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ അതങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെന്താ എവിടെയൊക്കെ വെച്ചാൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു 10-11 മണിയാകുമ്പോൾ പാള ഓർക്കാന്ന് കേട്ടോ. ഒരു പാള, ഈ കിഴങ്ങിൻ്റെ പാള ഉണ്ടാവും വീട്ടിൽ. ആ സമയത്ത് ഇളം കാറ്റ് വരുമ്പോൾ ഇന്നലെ ഇങ്ങനെ ഇളം കാറ്റ് വരുമ്പോൾ ഫസ്റ്റിലത്തെ പാളയെല്ലാം വീണ് ഇങ്ങനെ പഴുത്ത പാളയെല്ലാം ഉണ്ടാവും. അതെല്ലാം അങ്ങനെ ആ വീണ പാള നമുക്ക് പൊറുക്കിയിട്ട് വേകുമ്പോൾ ഒരു കെട്ടാക്കിയിട്ട് വരാൻ പറ്റും. 2-3 ആൾ പോകും. വലിയ പറമ്പുണ്ട്, കുറേ പറമ്പുണ്ട്. വെറും ആൾ നിൽക്കാതെ പറമ്പാണ്. വലിയ പറമ്പ് വെച്ചാൽ എല്ലായിടത്തും പറമ്പാണ്. അതിലങ്ങ് ഇഷ്ടംപോലെ പുല്ലരിയായതുകൊണ്ട് തെങ്ങും തോട്ടം ഇതെല്ലാമാണ്. നമുക്ക് വേനൽക്കാലം വെള്ളമടിക്കും. അതുകൊണ്ട് ഇഷ്ടംപോലെ പുല്ലരിയാൻ കിട്ടും. വർഷത്തിലും അങ്ങനെ ഒരു വിഷമമില്ല. പശുക്കളെ പോയിട്ടാണ് ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ പോയിട്ട് അങ്ങനെ ഞങ്ങൾ 3 ആളും പോയി. ഉച്ച സമയത്ത് പുല്ലെല്ലാം അരിഞ്ഞ് കുറേ വൈകുമല്ലോ പുല്ലരി. വേനൽക്കാലം അങ്ങനെ പുല്ല് പറിക്കാൻ ഒരുപാട് കുറേശ്ശെ പറിച്ചിട്ടാകുമ്പോൾ കുറേ ഒരു വല്ലാണ്. ഈ ഓലേനെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മടഞ്ഞ ഒരു വല്ലാണ്. വല്ല നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഒരു ഓല കൊത്തി കീറിയിട്ട് മടഞ്ഞിട്ട് നിങ്ങൾ വട്ടത്തിലാക്കിയിട്ട് അത് കുറുക്കി കെട്ടിയിട്ട് ഒരു കൊട്ട പോലെ ആക്കിയിട്ട് അതാണ് വല്ലം. അതിലാണ് പുല്ലെടുത്തിട്ട് വരും. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് വെക്കുമ്പോഴേക്കും നമുക്കെല്ലാം വിശന്നിട്ട് ശരണം ഉണ്ടാവില്ല. അന്നേരം നമുക്കിപ്പോൾ ഇവിടെ പോയിട്ട് വെള്ളം കുടിക്കാൻ തന്നെ അടിയിൽ നിന്നും വെള്ളമൊന്നും ഉണ്ടാവില്ല കിട്ടാൻ. ആ ഭാഗത്തേടി അങ്ങനെ അങ്ങ് പോകണം, പറമ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഞങ്ങളെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ കൈതച്ചക്ക ഉണ്ടാവും ഇങ്ങനെ പോത്തിട്ട് നമുക്ക് അന്നേരം നമുക്കൊരു കൈതച്ചക്ക പൊട്ടിച്ചിട്ട് നമുക്ക് ലേശം അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അന്നേരം അങ്ങനെ പറയും. നമുക്കെന്നാൽ വീട്ടിൽ കൊണ്ടു തിന്നാലെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ പറയും. ആ സമയത്ത് ഞങ്ങൾ പോയി ഒരു കരിച്ചക്ക കൊത്തി ഒരു പാള മുറിച്ച് ആ പാളേൻ്റെ അകത്ത് കൊത്തിയിട്ട് കുറച്ച് ഉപ്പും കരുതും. ഉപ്പ് എന്ന് വെച്ചാൽ നമുക്കിത് പോകുമ്പോൾ തിന്നാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞിട്ട് എടുത്തിട്ട് അതിൻ്റെ അടുത്തുള്ള വീട്ടിൽ അവർ ഉപ്പെടുത്തിട്ട്
എന്നിട്ട് നമ്മളതെല്ലാം കൊത്തി മുറിച്ചുമ്പോഴേക്ക് ഉപ്പും മേടിച്ച് കൊണ്ടുവന്ന് ആ ഉപ്പും പൊടിച്ചിട്ട് ഈ ഇടയിൽ തന്നെ നമ്മൾ തിന്ന് ആരെങ്കിലും കണ്ടുപോയെങ്കിലും പേടിയാണ് ഇതൊക്കെ പറയുന്നതല്ല, പക്ഷെ നമ്മൾ പറഞ്ഞെങ്കിലോ എന്നുള്ളൊരു പേടി. കാക്കെല്ലാം കൊത്തിക്കൊണ്ട് പോകുന്നതാണ്, എന്നാലും നമുക്കൊരു പേടി ആരെങ്കിലും തിന്നോട്ടെങ്കിലോ പറയുമെങ്കിലോ എന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് തിന്ന്. ഈ ചള്ള് മൂത്തിട്ടൊന്നും ഉണ്ടാവില്ല, പഴുത്തിട്ടൊന്നുണ്ടായി നാവ് ചൊറിഞ്ഞിട്ട് തിന്നാനാവില്ല. അങ്ങനെയുള്ളൊരു സന്ദർഭം സമയമെല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾക്കെങ്ങനെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നമുക്കെല്ലാം. അങ്ങനെയായിരുന്നു പണ്ട് കാലത്ത്. പക്ഷെ ഒന്നും പറയുന്നില്ല, ആരും കാണാൻ ആരും പറിച്ചു കൊണ്ടുപോകുന്നില്ല, ആരും കാക്ക കൊത്തിയിട്ട് ഇങ്ങനെ കളിയേ ഉള്ളൂ. പക്ഷെ നമുക്കതൊരു കിട്ടുമ്പോൾ അതൊരു വലിയൊരു കാര്യം. അത് മാത്രമല്ല, ഈ തളർന്ന പുല്ലെല്ലാം എരിഞ്ഞിട്ടും ഈ പാളയെല്ലാം പൊട്ടിക്കെട്ടി കെട്ടാക്കിയെല്ലാം വെച്ച് ചെറിയ കുട്ടികളല്ലേ, ആ സമയത്ത് കിട്ടുമ്പോൾ വലിയൊരു ഇനി നാവ് ചൊറിഞ്ഞാലും സാരമില്ല, എന്നായാലും സാരമില്ല, നമുക്കത് ഭംഗിയായിട്ട് നമ്മളെ കൊള്ളും അറിയാമല്ലോ. എന്ന് മാത്രമല്ല, അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ട് ചെറിയ കാലത്ത് നമുക്ക് അന്ന് ഇന്നത്തെ കാലമാണെങ്കിൽ കുട്ടിക്ക് വിശക്കുന്നെങ്കിൽ അപ്പാട് പീടികയിൽ പോയി ഒരു വെക്ക് മിക്സ്ചർ വാങ്ങി, അല്ലെങ്കിൽ ഒരു വെക്ക് മറ്റുള്ള ബിസ്ക്കറ്റ് വാങ്ങി, അല്ലെങ്കിൽ ഒരു കേക്ക് വാങ്ങി, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് അവർക്ക് ഇന്നതാകൊണ്ട് സ്ട്രോബെറി മറ്റേത് മറിച്ച് എന്നിട്ട് ഇങ്ങനെ അവർ ഇങ്ങനെ പറയും. നമുക്കന്ന് എന്തെങ്കിലും അറിയോ, എന്താ പേരെന്നും കൂടി അറിയില്ല. എനിക്കൊന്നും ഇന്നും ഒരു ബേക്കറി സാധനത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല. ഓരോരാളിങ്ങനെ പറയുന്നതല്ലാണ്ട് എനിക്ക് അറിയില്ല. പക്ഷെ നമ്മളങ്ങനെ വാങ്ങിയിട്ട് തിന്നിട്ടുമില്ല. എന്തായാലും പപ്സ് എന്നെല്ലാം കേട്ടത് വലിയതായ ശേഷം, ഇപ്പം വലിയതായ ശേഷം എൻ്റെ മക്കൾ കൊണ്ടുതന്നതിന് ശേഷം ഞാൻ പപ്സ് എന്നുള്ള പേര് കേട്ടിന്. അത്ര എനിക്ക് പപ്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് ഞാൻ ചോദിക്കില്ല, എന്നാ മക്കളെ ഈ പപ്സ് എന്ന് പറഞ്ഞാൽ അത്രയും എനിക്കറിയാം. ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഒട്ട് വേണ്ടെന്നാലും വേണം തോന്നുന്നുണ്ട്, വേണ്ടെന്നാലും അന്ന് കിട്ടാനില്ല. ഇന്നിപ്പം കൊണ്ടുവന്ന ഒരു സാധനം വേണ്ട, ഒരു നാരങ്ങയൊന്നും കിട്ടൂല, തരൂല, തിന്നാനും കിട്ടാനൊന്നും ഇല്ല. പക്ഷെ നമ്മളെന്നാലും അതിൻ്റെ എല്ലാം രുചി പറയാൻ കഴിയും. ഇന്നിപ്പോൾ എന്തെന്ന ഒരു സാധനം കൊണ്ടുവന്നാൽ വേണ്ട, അത് രുചിയില്ല, അതാണ്. അയ്യോ അതൊരു രസമില്ല ഇങ്ങനെ പറയും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഒരു അനുഭവം? അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഞാൻ എന്നും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ ഇങ്ങനെ നിങ്ങളോട് പങ്കുവെക്കാം. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ലല്ലോ. ആ സമയത്ത് നിങ്ങളെല്ലാവരും എൻ്റെ അനുഭവം എന്നോട് കൂടിയിട്ട് നിങ്ങൾ എനിക്ക് ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങൾ ഞാൻ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കാണണം, എല്ലാവരും കാണണം. എനിക്കിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. എന്തെങ്കിലും ഒരു ജീവിതത്തിൽ നമുക്കൊരു പൈസ എന്തെങ്കിലും വേണ്ടി, അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോ വീഡിയോ എടുത്ത് എന്നോട് ഓരോരാളിരുന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം അതിയായിട്ട് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് എന്നാൽ പിന്നെ നമ്മളെല്ലാം കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാം കാണുന്നത് എനിക്കറിയാം. എല്ലാവർക്കും ഇഷ്ടമാണെന്ന്, എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, എൻ്റെ മക്കളായിട്ട് ഞാൻ സന്തോഷത്തോടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കിടക്കുന്നവർ നിങ്ങളോട് എനിക്ക് നല്ലപോലെ സംസാരിക്കാൻ സമയം ഉണ്ടാവുമല്ലോ, മറ്റെനിക്ക് സമയം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് എൻ്റെ മക്കളോട് സംസാരിക്കാനോ, മക്കളോട് വർത്തമാനം പറയാനോ, ഇങ്ങനെയുള്ള സംസാരിക്കാനുള്ള സമയമുണ്ട്. അങ്ങനെ ഓരോരോ സമയത്തും ഓരോരോ അനുഭവം ഉണ്ടായിട്ടുണ്ട് മക്കളെ. ഇത് മാത്രമൊന്നുമല്ല, പിന്നെ ഒരു അനുഭവമുണ്ട്. ഞാനവിടുന്ന് അങ്ങനെ നമ്മളെല്ലാവരും സ്കൂളിൽ പോകും. എല്ലാവരും സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ അമ്മയെന്ന് വെച്ചാൽ എന്നെ സ്കൂളിൽ പോകാനൊന്നും വിടില്ല. സ്കൂൾ അമ്മേൻ്റെ സമയത്തും പോലെ ഞാൻ 9:30 മയിൽ സ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ 9:30 സ്കൂളിലേക്ക് പോവുക. 9:30 വെച്ചാൽ അരമണിക്കൂർ വേണ്ട അവിടെ എത്താൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാവും. 8 മണിക്ക് പോയിട്ടുണ്ടാവും. എൻ്റെ അമ്മേൻ്റെ ഇളയമേൻ്റെ മോള് വരെ 8 മണിക്ക് ഇങ്ങനെ എളിയിട്ടുണ്ടാവും. ഇങ്ങനെ കളി ഇവരിങ്ങനെ വന്ന് ഓരോരാളെ വീട്ടിൻ്റെ കണ്ടിക്ക് നിന്ന് ആടെ കാത്തു കുത്തിയിരുന്ന് അവരെയും കൂട്ടി അവിടെ നിന്ന് നേരത്തെത്തുമ്പോൾ ആടെയുള്ളവർക്ക് കാത്തു കുത്തിയിരുന്ന് അടിയും കെട്ടി ഞാനിന്ന് പോന്നപ്പോൾ 9:30 വീട്ടിൽ നിന്ന് പോകുന്നു. 9:30 വീട്ടിൽ നിന്ന് പോയാൽ ഇവരുണ്ടാവും ഓരോരാളെ. ഞാൻ ഓരോ സ്ഥലത്തെത്തും, ഞാൻ നോക്കും അവരുണ്ടോ അവരുണ്ടോ. ഓരോരോ കണ്ടിക്ക് എത്തുമ്പോൾ അവരുണ്ടാവും കാത്ത് നിൽക്കുന്ന ഓരോരാളെ. കുറേ അങ്ങ് എത്തുന്ന ഒരാൾ വരാനുണ്ടാവും. ഞാൻ 9:30 നിന്ന് വിട്ടാൽ ഞാനങ്ങ് സ്കൂളിൽ എത്തുമ്പോഴേക്ക് എനിക്ക് ബെല്ലടിക്കില്ല, അവർ എത്തുമ്പോഴേക്ക് ബെല്ലടിക്കും. അതാണ് അവസ്ഥ. അങ്ങനെയാണ് അവരെ കാത്തിരിപ്പ്. എൻ്റെ പോക്കോ 9:30 പോകും മാത്രം. എന്നാൽ വെറുതെ അനാവശ്യമായിട്ട് പിന്നെ അങ്ങനെ ഒരു ഇതായിട്ട് മര്യാദകളിൽ നടക്കാനോ ഒന്നിനും വിടില്ല. അങ്ങനെ ഒരു പീടികയിൽ പോയിരിക്കുക, പീടികയിൽ പോയി ചായ കുടിക്കുക, അല്ലെങ്കിൽ പീടികയിൽ പോയിട്ട് അനാവശ്യമായിട്ട് ആളോട് സംസാരിക്കാനോ അതൊന്നും എന്നെ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കും. എന്നെ ഒരാളോട് ഒരു കാര്യം ചോദിക്കാനോ നല്ല അവനോട് പണിയെടുക്കും, നടക്കും. അങ്ങനെയുള്ള ശീലമായിപ്പോയി എനിക്ക്. അത് ഒരു അനുഭവം. അങ്ങനെയല്ല ഓരോരോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എത്ര കിടക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഓരോന്നേ നമുക്ക് കുറേശ്ശെ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങളത് കേൾക്കണം, കാണണം. ഇത് 1-ാം ഭാഗമായിട്ട് കണ്ടോ കേട്ടോ.
നാളെ തൊട്ടിട്ട് ദിവസം എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയുന്നവരെ ഞാനിങ്ങനെ കുറേശ്ശെ നിങ്ങളോട് സംസാരിക്കാം. അതിന് നിങ്ങൾ എന്നോട് സഹകരിക്കണം. എനിക്കത്രേ പറയാനുള്ളൂ. നല്ല രസമായിരുന്നല്ലേ. ഇനി ഞാനൊരു രസം പറഞ്ഞു ഒരു നടന്നൊരു സംഭവമാണ് അത്രയിൽ. ഇന്നും നാളെ നമുക്ക് വേറെ തരത്തിൽ പറയാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എൻ്റെ മക്കൾ ഞാൻ കാണുന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും കാണുക. നാളെ ഞാനൊരു വേറെ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് നല്ല രസകരമായിട്ടൊരു വീഡിയോ ആയിട്ട് നാളെയും വരാം. രസമായില്ല, നമ്മൾ തുടക്കത്തിലല്ലേ, തുടക്കം വന്നായാൽ മാത്രമേ നമുക്ക് രസകരമായിട്ടുള്ളത് പറയാനുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പുതുക്കത്തിൽ അത്രയും എനിക്ക് പറയാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാവരും സന്തോഷപൂർവ്വം എന്നോട് സ്വീകരിക്കണമെന്ന് കണക്കാക്കുന്ന അത്രയും മാത്രം എൻ്റെ മക്കളെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. മക്കളെ, നാളെ വീണ്ടും വരാം.